ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പറഞ്ഞ് ലിമിറ്റ് കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസുകളെക്കുറിച്ച് പറഞ്ഞു. അതിനകത്ത് തന്നെ ലിമിറ്റ്സ് ഇൻവോൾവിങ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ലിമിറ്റ് തന്നെ ഇൻഫിനിറ്റി ആകുന്നൊരവസ്ഥ, അങ്ങനത്തെ ലിമിറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസിലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡീൽ ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോണത് ഇതിൻ്റെ തന്നെ ഒന്നും കൂടിയും ഇലാബറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്തൊരു കൺസെപ്റ്റാണ് കണ്ടിന്യൂറ്റി. അപ്പോൾ നമ്മൾ അതിൻ്റെ സക്സസീവ് പാത്ത് അങ്ങനെയാണ്. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, ഫംഗ്ഷൻ്റെ ലിമിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റിൽ നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂവിനെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് ലിമിറ്റ്. ആ ലിമിറ്റ് തന്നെ ഫംഗ്ഷൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ അടുത്തൊരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ബിഹേവിയറിനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് തരാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരാറ്? ഒരു ബ്രേക്ക് ഇല്ലാതെ ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോ നഷ്ടപ്പെടാതെ ഉള്ളൊരവസ്ഥ അല്ലേ? അപ്പോൾ നമ്മൾ ആ കണ്ടിന്യൂറ്റി പോയി എന്ന് പറയാറില്ല. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂറ്റി പോയി എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെ? അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് വരുമ്പോഴാണ് നമ്മുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയാറ്. സിമിലർലി ഒരു ഫംഗ്ഷൻ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് പേന ഗ്രാഫ് പേപ്പറിൽ നിന്ന് പൊക്കാതെ അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിൽ നിന്ന് എടുക്കാതെ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്യാതെ നമുക്ക് ആ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് വിളിക്കാറ്. ജസ്റ്റ് നമ്മുടെ ഒരു ഡെഫിനിഷൻ, നമ്മൾ ചുമ്മാ ഒരു ഡെഫിനിഷൻ പറയുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പറയും. നോർമലി വാട്ട് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ? കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ നോക്കാം, ഞാനിവിടുന്ന് ഈ കഴ്സർ നീക്കാതെയാണ് വരച്ചത്. അതേസമയം എൻ്റെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഇവിടെ തൊട്ട് ഇവിടം വരെ കഴ്സർ ഒന്ന് കൊണ്ടുവരും, പിന്നെ അവിടെ നിന്ന് അപ്പുറത്തേക്ക്. അപ്പോൾ നമ്മൾ ഈ ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്ത് ആ പെൻ അങ്ങോട്ട് മാറ്റി. അങ്ങനെയൊക്കെ ആയിരുന്ന കേസിൽ നമ്മൾ ആ പെൻ എടുക്കാതെ വരയ്ക്കും. ഇതാണ് കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെയും ഗ്രാഫുകൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കേട്ടോ. അപ്പോൾ ആ ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ്. ഞാൻ ഇവിടെയാണ് വായിക്കുന്നത്. A function is not continuous where its graph has a hole or gap. നമ്മൾ ഹോൾ എന്ന കൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളിങ്ങനെ വരച്ചിട്ട് ഇവിടെ എങ്ങാണ്ട് ഒരു ഹോള് വന്നിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഫംഗ്ഷൻ ഈ പോയിന്റിൽ ഡിഫൈൻഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതും അതിൽ കണ്ടിന്യൂസ് അല്ലാത്തൊരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ഇവിടെ ഗ്യാപ്പ് വന്നു കണ്ടോ, ഇതും കണ്ടിന്യൂസ് അല്ലാത്തൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ളത് സെൻറ്ററിലുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഹോളോ ഗ്യാപ്പോ വരുന്ന ഫംഗ്ഷനുകളാണ്. ഗ്രാഫിനകത്ത് ഹോളോ ഗ്യാപ്പോ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? നോട്ട് കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ബൈ ഹോൾ ഓർ ഗ്യാപ്പ് അല്ലെങ്കിൽ ഹോൾ ഗ്യാപ്പ് ഇൻ എ ഗ്രാഫ്. എന്താണ് ഹോൾ അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് നമ്മൾ പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ പറ്റിയൊക്കെ ഒരു ചെറിയൊരു മിയർ ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് വൺ സൈഡഡ് ലിമിറ്റ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇത് വൺ സൈഡഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ആ സിയുടെ നമ്മൾ എടുക്കുന്ന ആ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ സിയുടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ലിമിറ്റുകളെ പറ്റി ചിന്തിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് മെയിൻ സെക്ഷനിലേക്ക് കടക്കാം. ഇവിടെ നോക്കുക, ദ ഫസ്റ്റ് വൺ ഈസ് എ കണ്ടിന്യൂസ് ഗ്രാഫ്. നോക്കൂ, നമ്മൾ ആ കഴ്സർ അതിൻ്റെ പുറത്തുനിന്ന് നമ്മൾ എടുക്കാതെ നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ? ഇപ്പം നമ്മളിങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പെൻ എടുക്കാതെ നമുക്ക് ഇങ്ങനെ വരച്ചു പോവാം, റൈറ്റ്? അതേസമയം ഇവിടെയാണെങ്കിൽ നോക്കൂ, നമ്മൾ ഇവിടുന്ന് വരയ്ക്കാൻ തുടങ്ങി, വരച്ച് ഇവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ഹോളാണ്. പിന്നെ അവിടെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. വാട്ട് എവർ, ഈ ഹോളിൽ നിന്നും പെന്നെടുത്ത് അടുത്ത് ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ വരച്ചു തുടങ്ങാൻ. ഇങ്ങനെ വരച്ച് വരുമ്പോൾ എഗെയിൻ ആ ഹോൾ, മാത്രമല്ല ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പിൽ നിന്ന് വേണം നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് തുടങ്ങാൻ. അപ്പം വി ഹാവ് എ ഹോൾ ആൻഡ് ഗ്യാപ്പ്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് അല്ലാത്ത നോട്ട് കണ്ടിന്യൂസ് ഫങ്ഷനാണ്. ഓക്കെ, നൗ ഇവിടെ നമുക്ക് പക്ഷേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഈ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയേ. ഉണ്ടാവും അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളിങ്ങനെ വരുമ്പോൾ
എക്സിലേക്ക് നമ്മൾ ടെൻഡ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ എയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഹോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആണല്ലോ, ഹോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടെ നിന്നും വരുമ്പോൾ വാല്യൂ നമുക്ക് ലിമിറ്റിന് കിട്ടും. സിമിലർലി പക്ഷേ ഇവിടുത്തെ കേസിൽ നോക്കി ഇവിടെ പക്ക ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം രണ്ട് സൈഡിൽ നിന്നും വരുമ്പോൾ ഫംഗ്ഷൻ പോകുന്നത് രണ്ട് ഭാഗത്തേക്കാണ്. അല്ലെങ്കിൽ ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് ഒരെണ്ണമായിട്ട് യുണീക്കായിട്ടൊരു വാല്യൂ പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ വൺ സൈഡഡ് ലിമിറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ എത്തുന്നത്. ഇവിടെയും അത് മറ്റൊരു വിഷ്വലൈസേഷനാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇത് ക്ലിയർലി ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കാരണം എന്താ, ഇവിടെ നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ കാണിക്കുന്നത്? ഇപ്പോൾ 0 ആണെന്ന് വിചാരിക്കുക. 0 മുതൽ T1 വരെ ഫംഗ്ഷൻ ഒരു വാല്യൂ, പക്ഷേ T1ൽ ഇതിവിടെയല്ല, മുകളിലാണ് വീണ്ടും. അപ്പോൾ ഹോളും ഉണ്ട് ഗ്യാപ്പും ഉണ്ട്. എഗെയിൻ ഹോൾ ഗ്യാപ്പ്. അപ്പോൾ ഇങ്ങനെ പോകുന്നത്. ഇതും ഒരു നോട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. ഇനി വൺ സൈഡഡ് ലിമിറ്റിൻ്റെ കേസ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആ ഡെഫിനിഷൻ വഴി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ നോക്കുക. ഇഫ് f of x approaches capital L as x tends towards C from the left x less than C, we write limit x tends to C minus f of x equal to L. Likewise, if f of x approaches capital M as x tends towards C from the right, C less than x, then limit x tends to C plus f of x equal to M. അപ്പോൾ നമ്മളിവിടെ ശരിക്കും എന്താ പറയുന്നത്? അതായത് നമുക്കിപ്പോൾ ഇവിടെ നോക്കാം. ലെറ്റ് us draw a picture. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ വരച്ചു. നമ്മളെന്താ പറയുക, നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ തൽക്കാലം ഹോള് വേണ്ട, നമ്മുടെ സി ഇതാണെന്ന് വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി സി. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എന്നല്ല നമ്മളിവിടെ പറയുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസും. അപ്പോൾ ഇവിടെ നോക്കുക, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എന്ന് പറഞ്ഞാൽ സിയുടെ ലെഫ്റ്റിൽ നിന്ന്, അതായത് സി മൈനസ് എന്ന് പറഞ്ഞാൽ സിയേക്കാളും കുറവുള്ള സൈഡിൽ നിന്ന്, സിയുടെ കുറഞ്ഞ സൈഡിൽ നിന്ന് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. സി പ്ലസ് എന്ന് പറഞ്ഞാൽ സിയുടെ കൂടിയ സൈഡിൽ നിന്ന് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുക, അതാണ് ലെഫ്റ്റ് ലിമിറ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സൈഡ്. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് എന്നാണ് വിളിക്കാറ്. അത് ഈക്വൽ ടു എൽ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ്, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അതായത് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലിലേക്കും ഇങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എമ്മിലേക്കും എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എന്താണ്, രണ്ടും സെയിം പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ലിമിറ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്താലും എവിടേക്കാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്? വി ആർ അപ്രോച്ചിങ് ടു ദിസ് പോയിൻറ്റ്. ഈ ഒരു പോയിൻറ്റിലേക്കാണ് നമ്മൾ ഇവിടെ ലിമിറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. നോ പ്രോബ്ലം. ഇനി അങ്ങനെ അല്ലാത്ത കേസുകളും കൂടി നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. ഇതിപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു അല്ലേ. അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണേ. ഇവിടെ ഹോള്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ സി എന്ന് വിചാരിക്കൂ. സിയിലേക്ക് നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി അവർ സി. അപ്പോൾ നമ്മൾ ഈ സിയിലേക്ക് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നു, റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നു. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരിക? നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് ആ ചിത്രമൊക്കെ വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നോക്കൂ. ഇതിനകത്ത് നമ്മൾ സീറോയുടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സീറോയിലേക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നു, റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ലെറ്റ് ഇറ്റ് ബി 1, അല്ല ഇത് 2 എന്ന് എടുക്കാം, ഇത് 1 എന്ന് എടുക്കാം. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് ഈ ഫംഗ്ഷൻ എവിടേക്ക് ടെൻഡ് ചെയ്യുന്നത് നോക്കൂ. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് വരുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഈക്വൽ ടു 2 അല്ലേ.
അതേസമയം റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് നോക്കൂ, ഇത് 0യുടെ കൂടിയ സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത് അല്ലേ? പക്ഷേ എഫ് ഓഫ് എക്സ് എത്രയാണ്? എഫ് ഓഫ് 0 എന്താ? ബട്ട് എഫ് ഓഫ് 0 ഈക്വൽ ടു 2. അതായത് ഇതിന് 2 ലിമിറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1ഉം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, സോറി ഇത് 0 പ്ലസ് ആണല്ലേ, ആദ്യത്തേത് 0 പ്ലസ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ആൻഡ് എഫ് ഓഫ് 0 ഈക്വൽ ടു 2. അപ്പോൾ ഇതിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലെഫ്റ്റ് ലിമിറ്റ് എന്നും ഇതിനെ റൈറ്റ് ലിമിറ്റ് എന്നും വിളിക്കും. ഓക്കെ, അത്രയുമാണ് നമ്മുടെ വൺ സൈഡഡ് എക്സാമ്പിൾസ്, വൺ സൈഡഡ് ലിമിറ്റിൻ്റെ എക്സാമ്പിൾ. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ നോക്കാം. For the function f of x equal to 1 minus x square if 0 less than or equal to x less than or equal to 2, evaluate the one-sided limits limit x tends to 2 minus f of x and limit x tends to 2 plus f of x. അപ്പോൾ ഇവിടെ നമ്മൾ സൊല്യൂഷനിലേക്ക് നോക്കുന്നതിന് മുന്നേ ആദ്യം ക്വസ്റ്റ്യൻ തന്നെ നല്ലോണം ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് 2 പ്ലസിലും 2 മൈനസിലുമാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ 2വിലാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. ഈ എക്സിൻ്റെ വാല്യൂ 2വിനേക്കാളും കുറവാണെങ്കിൽ എഫ് ഓഫ് എക്സ് എത്രയാണ്? 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 2, 2ലേക്ക് എത്തുന്നില്ല, ലെസ് ദാൻ 2 ആണെങ്കിൽ 1 മൈനസ് എക്സ് സ്ക്വയറും, എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ 2x പ്ലസ് 1ഉമാണ്. അപ്പോൾ നമ്മൾ ലിമിറ്റ് എടുക്കുമ്പോൾ ഈ ലിമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫംഗ്ഷൻ്റെ ആദ്യത്തെ ഭാഗവും ഈ ലിമിറ്റ് കണ്ടുപിടിക്കാൻ, അതായത് ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഫംഗ്ഷൻ്റെ ആദ്യത്തെ പോർഷനും റൈറ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ രണ്ടാമത്തെ പോർഷനുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി 2 എന്ന വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ നമ്മളിവിടെ ശരിക്കും ചെയ്യുന്നത് 2 മൈനസ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ 2 എന്നുള്ള വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 4, ദാറ്റ് ഈസ് മൈനസ് 3. സിമിലർലി ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പോർഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്തുണ്ടാവുക? 2 × 2 ദാറ്റ് ഈസ് 4 പ്ലസ് 1 ഈക്വൽ ടു 5. അതാണ് ഇവിടെ 5ഉം അവിടെ 3യും കിട്ടി. അപ്പോൾ ഇവിടെ നോക്കൂ, മൈനസ് 3. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. 1 സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് രണ്ടും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ അവിടെ ലിമിറ്റ്, കാരണം നമ്മൾ നേരത്തെ ലിമിറ്റിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ 2 കഷ്ണമായിട്ട്. അപ്പോൾ ഒരെണ്ണം വരുമ്പോൾ ഇവിടത്തേനും ഒരെണ്ണം ഇവിടെയും വന്നു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. 1 സൈഡഡ് ലിമിറ്റുകൾ എക്സിസ്റ്റ് ചെയ്യും, ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവണം. ഓക്കെ, ഇതിൻ്റെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അയ്യോ, ഇത് സെയിം ക്വസ്റ്റ്യൻ ആയിപ്പോയല്ലേ. യെസ്, അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. Find limit x minus 2 divided by x minus 4 as x approaches 4 from the right and from the left. അപ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും എക്സ് 4ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം നോക്കൂ. എക്സ് ഈക്വൽ ടു 4 കൊടുത്താൽ ഡിനോമിനേറ്റർ എന്താ ഉണ്ടാവുക? ഇഫ് എക്സ് ഈക്വൽ ടു 4 കൊടുത്താൽ എന്ത് സംഭവിക്കും? എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 0 എന്ന് വരും, which is not defined. സോ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നത് നമുക്കറിയില്ല. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അത് ക്ലിയർ ആണ്. ഞാൻ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നോക്കുക, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 4 മൈനസ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 4 എന്ത് സംഭവിക്കുക? ഇവിടെ നോക്കുക, ഡിനോമിനേറ്റർ ഈക്വൽ ടു 4 ആയാൽ മാത്രമേ നോട്ട് ഡിഫൈൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡിനോമിനേറ്ററിൽ എക്സ് ഈക്വൽ ടു 4 ആകുമ്പോൾ, അതായത് ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ,
ഇവിടെ എക്സ് ഈക്വൽ ടു 4 കൊടുക്കാതെ 4ൻ്റെ ഏറ്റവും അടുത്തുള്ള 4നേക്കാളും ചെറിയൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 മൈനസ് എന്ന് പറയുമ്പോൾ ഒരു 3.9999 ഇഷ്ടം പോലെ ഒരു കോടി 9 അങ്ങ് എഴുതിയെന്ന് വിചാരിക്കുക. എന്നാലും അതിനപ്പുറം 4-അടുത്തുള്ള ഒരു സംഖ്യ ഉണ്ട് നമുക്ക്. അങ്ങനെ കിട്ടുമ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്മോൾ വിത്ത് എ നെഗറ്റീവ് സൈൻ, അല്ല, എക്സ്ട്രീംലി സ്മോൾ വിത്ത് എ നെഗറ്റീവ് സൈൻ. അപ്പോൾ അത് എവിടേക്കാണ്? നമ്മൾ 1/0 ഇൻഫിനിറ്റി അല്ലെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0 ആണെന്നറിയാം. അതായത് ലിമിറ്റ് n ടെൻസ് ടു 0 1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണെന്നറിയാം. അതിൽ എന്നിൻ്റെ വാല്യൂ 0യുടെ ഏറ്റവും അടുത്തേക്ക് എത്തുമ്പോൾ ഇവിടെ നമ്മൾ x-4 എന്ന് പറയുന്നത് 0യുടെ ഏറ്റവും അടുത്ത് നെഗറ്റീവ് നമ്പർ ആയിട്ടാണ് വരിക. എന്ന് വെച്ചാൽ ഈ സാധനം എന്തായി മാറും? മൊത്തത്തിൽ -ഇൻഫിനിറ്റി ആയിട്ട് മാറും. അതായത് ദ ക്വാണ്ടിറ്റി x-4 ഈസ് നെഗറ്റീവ്. അതായത് x-2 ഡിവൈഡഡ് ബൈ x-4 ഈസ് നെഗറ്റീവ്. So as x approaches from the left, അതായത് f of x decreases without bound. ഇതേപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 4 ആണെന്ന് വിചാരിക്കാം. ഗ്രേറ്റർ ദാൻ 4 ആയിട്ട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ എന്താണ്ടാവുക? 0യേക്കാളും കൂടുതലുള്ള ചെറിയൊരു വാല്യൂ ആയിട്ട് കിട്ടും. അപ്പോൾ ഡിനോമിനേറ്റർ പോസിറ്റീവാണ്, പക്ഷേ നിയർ ടു 0 പോസിറ്റീവ് ഇൻഫിനിറ്റി. ഡിനോമിനേറ്റർ നെഗറ്റീവ് നിയർ ടു 0 ആണെങ്കിൽ -ഇൻഫിനിറ്റി. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സൈൻ ഓഫ് ദി ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൻ്റെ സൈൻ നോക്കണം കേട്ടോ. ന്യൂമറേറ്ററിൻ്റെ സൈൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ വരും. കാരണം ഇവിടെ ഇതിപ്പോൾ 2 - x ആണെങ്കിൽ ഒരു പക്ഷേ ഇത് പോസിറ്റീവ്, ഇവിടെ 2 - x ആയിരുന്നു എന്ന് വിചാരിക്കാം. ഒരു പക്ഷേ ഇത് പോസിറ്റീവ് ഇൻഫിനിറ്റിയും ഇത് നെഗറ്റീവ് ഇൻഫിനിറ്റിയുമായി മാറുമായിരുന്നു. കാരണം ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് നിയറർ ടു 4, 2 - 4 നെഗറ്റീവാണ്. അപ്പോൾ ആദ്യത്തെ കേസ് ഇൻഫിനിറ്റിയും രണ്ടാമത്തേത് -ഇൻഫിനിറ്റിയുമായി മാറും. അപ്പോൾ നിങ്ങൾ ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. നോക്കുക, ആസ് എക്സ്റ്റെൻഡിങ് ടു 4+, നമ്മൾ എവിടേക്ക് പോകുന്നു? മുകളിലേക്ക്, അതായത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. 4- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ൻ്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന്, -4 അല്ല കേട്ടോ, 4ൻ്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ 4നേക്കാളും കുറഞ്ഞ സൈഡിൽ നിന്ന് 4ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ അതെവിടേക്ക് പോവും? -ഇൻഫിനിറ്റിയിലേക്ക് പോവും. ഇനി ഞാൻ എക്സിസ്റ്റൻസ് ഓഫ് ലിമിറ്റിൻ്റെ കഥ പറഞ്ഞത്. അപ്പോൾ ഇവിടെയും ഈ കേസിലും നമ്മൾ എന്ത് പറയുന്നു? ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. അപ്പോൾ എപ്പോഴാണ് വൺ സൈഡഡ് ലിമിറ്റും തമ്മിലൊരു ഒത്തുതീർപ്പിലെത്തുന്നത് എന്ന് നോക്കാം. ദ ടു-സൈഡഡ് ലിമിറ്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു c f of x exist. അതായത് ടു-സൈഡഡ് ലിമിറ്റ് അല്ലെങ്കിൽ നോർമലി ലിമിറ്റ് എക്സിസ്റ്റ് if and only if the two one-sided limits, ഏത് ഈ two one-sided limits, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും, ദാറ്റ് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു c minus f of x ഉം ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു c plus f of x ഉം ബോത്ത് ഷുഡ് എക്സിസ്റ്റ്, രണ്ടും എക്സിസ്റ്റ് ചെയ്യുകയും വേണം. ആൻഡ് ദേ ആർ ഈക്വൽ. ദെൻ limit extending to c f of x equal to limit extends to c minus f of x equal to limit extends to c plus f of x. Means ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയും അവർ ഈക്വൽ ആവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ബോത്ത് സൈഡഡ് ലിമിറ്റ് സിംപ്ലി ലിമിറ്റ് എക്സിസ്റ്റ് ഫോർ എ ഫംഗ്ഷൻ അറ്റ് എ ഗിവൺ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു സി. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനൊരു ഗ്രാഫ് വരയ്ക്കുന്നു. നമുക്കത് ബ്ലാക്കിനകത്ത് വരയ്ക്കാം. ഓക്കെ, ഇവിടെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. അഗെയിൻ ഹിയർ ഐ ഹാവ് എ ഹോൾ ആൻഡ് ദിസ്, ആൻഡ് മൈ നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് ദിസ്, ആൻഡ് അവർ തേർഡ് ഫംഗ്ഷൻ ഇസ് ലൈക്ക് ദിസ്. ഗ്യാപ്പ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 3 ഫംഗ്ഷനും നോക്കുക. ഇത് ആദ്യത്തതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിലെന്ത് ചെയ്യുന്നുണ്ട്? ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്തല്ല? ഈക്വൽ അല്ല, അല്ലേ? പക്ഷെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഒക്കെയാണ് കേട്ടോ. ഫംഗ്ഷൻ ഈ 0യിൽ ഡിഫൈൻഡ് ആണ്, പക്ഷേ എന്തല്ല? ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ്, അതായത് അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ നമ്മുടെ ഈ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല.
സെക്കൻഡ് ഗ്രാഫ് നോക്കാം. ഇതിനകത്ത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും എവിടേക്ക് എത്തുന്നത്? സെയിം പോയിന്റിലേക്കാണ്. അതേ പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡുമാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഹോളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ലെഫ്റ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുമ്പോഴും റൈറ്റിൽ നിന്നും അപ്രോച്ച് ചെയ്യുമ്പോഴും ഈ ഹോളിൻ്റെ സംവർ ഒരേ പോയിന്റിലേക്കാണ് നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ല ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ കേസിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തൊരവസ്ഥ വരുമോ? അത് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നോക്കുക, നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കൂ. ഇതിങ്ങനെ പോകുന്നു, നമ്മുടെ ഫങ്ഷൻ ഇങ്ങനെ വരുന്നു. അതായത് എന്താ, നെഗറ്റീവ് സൈഡിൽ ഇത് ശരിക്കും നെഗറ്റീവ് സൈഡിൽ ഇത് മുകളിലേക്ക് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. പോസിറ്റീവ് സൈഡിൽ അതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്, ലെറ്റ് ഇറ്റ് ബി 1, x=1. അപ്പോൾ ഈ ഫംഗ്ഷന് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് നോ. ദിസ് ഫംഗ്ഷൻ ഡസൻറ്റ് എക്സിസ്റ്റ് എ ലിമിറ്റ് അറ്റ് x=0. കാരണം എന്താ? ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കൂ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആസ് x ടെൻഡ്സ് ടു 0. ബട്ട് ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റിന് എന്താ സംഭവിക്കുന്നത്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് =1. അത് 1 ആയിട്ട് അവിടെ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതായത് ഇങ്ങോട്ട്. സോ ഇവിടെയും ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റൈറ്റ് ലിമിറ്റ് 1ലേക്ക് കൺവേർജ് ചെയ്യുന്നു. രണ്ടും ഈക്വൽ അല്ലാത്ത കാരണം നമ്മൾ എന്ത് പറയുന്നു? ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡസൻറ്റ് ഹാവ് എ ലിമിറ്റ്. ഓക്കെ, നമുക്കതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. Determine whether limit extends to 1 f of x exists where f of x is given as x+1. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ലിമിറ്റിനെ കുറിച്ച് വലിയ ബോധേഡ് ആവേണ്ട. അതായത് പോളിനോമിയൽ, സൈൻ ഫംഗ്ഷൻ, കൊസൈൻ ഫംഗ്ഷൻ അങ്ങനെയുള്ളവർക്കൊന്നും നമ്മൾ എന്തിനെ പറ്റി ബോധർ ആവേണ്ട ആവശ്യമില്ലയോ? അവർക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ലെന്ന് അറിയണ്ട. ഈ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻസിനാണ് നമ്മളെപ്പോഴും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ലെഫ്റ്റും റൈറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അവർ ഈക്വൽ ആണോ എന്നുള്ള ചിന്തകളിലേക്കൊക്കെ പോവാം. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² + 1 x² + x+1 if x less than or equal to 1 -x² + 4x - 1 if x greater than or equal to 1. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിൻ്റിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുക. അത് നമ്മുടെ ഫംഗ്ഷൻ തന്നെയാണോ നോക്കുക. ആണെങ്കിൽ ഫൈൻ. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 - ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1, ഇത് 1 അല്ല കേട്ടോ, ആക്ച്വലി ഇറ്റ് ഈസ് 1 - ആണേ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 - ഇവിടെയും 1 - ഉണ്ട്. അതായത് കമ്പ്യൂട്ടിംഗ് വൺ സൈഡഡ് ലിമിറ്റ് അറ്റ് x=1 ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1 - f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, സിൻസ് f of x = x+1 when x less than 1. അപ്പോൾ x less than 1 ആണ് 1 - എടുക്കുമ്പോൾ x+1 എന്ന് കൊടുക്കാം. പുട്ടിങ് x = 1 2 എന്ന് കിട്ടി. ഇനി അതേസമയം ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 1+ ഇട്ട് കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ മാറി. കാരണം എക്സിനേക്കാളും കൂടിയ സൈഡിലേക്ക് വന്നു. എക്സിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ x1 കൂടുതലായി കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂ മാറി. എന്താ ഫംഗ്ഷൻ്റെ വാല്യൂ? -x² + 4x - 1 എന്നായി മാറി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ -1² + 4 × 1 - 1. അപ്പോൾ എന്ത് കിട്ടും? നമുക്കെന്താ കിട്ടുക? -1 + 4 - 1. അപ്പോൾ 4 - 2 = 2. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ലിമിറ്റും റൈറ്റ് സൈഡിലെ ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവരെന്താണ്? ഈക്വലുമാണ്. അപ്പോൾ നോക്കൂ, സിൻസ് ദ 2 one-sided limits are equal and the two-sided limit of f of x at x = 1 is exist, and we have f of x limit extending to 1 f of x equal to limit extending to 1 - f of x equal to limit extends to 1 + f of x. ഇതെല്ലാം എന്ത് തന്നെയാണ്? ഈക്വൽ ടു 2 ആണ്. ആക്ച്വലി ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസുമാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്?
ഇതെടുക്കാണ്ട് പേന എടുക്കാതെ ഫംഗ്ഷൻ ആ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റും അതുകൊണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ 1 സൈഡഡ് ലിമിറ്റ് 2 സൈഡഡ് ലിമിറ്റ് എന്നതുകൊണ്ട് പഠിച്ചത്. ഇനി ഇതിൻ്റെ അടുത്തത് വരെ നമുക്ക് കണ്ടിന്യൂറ്റിയും കാര്യങ്ങളാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.